ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ആൽമണ്ടും ഹണിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ എന്നും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി 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 ഗുണങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ്. ഇപ്പോൾ ബദാം പരിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി മിനറൽസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ തേനിലും ഒത്തിരി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് മിക്സ് ആവുമ്പോൾ ഇല്ലേ, വൈറ്റമിൻസും മിനറൽസിൻ്റെ ഒക്കെ ഒരു പവർ ഹൗസാണെന്ന് പറയാം. അത്രയ്ക്ക് ഗുണങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നോ കഴിക്കേണ്ടത്, ഇത് നമ്മൾ ഒരു 7 to 10 കേട്ടോ, ഒരു 7 എണ്ണം 8 എണ്ണം 9 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം, അതിൽ കൂടുതലൊന്നും വേണ്ട, എടുത്ത് നമുക്ക് തലേന്ന് കഴുകി വെള്ളത്തിലിട്ട് അത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉരലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉരച്ചെടുക്കാനുള്ളതോ ഒക്കെ കാണുമല്ലോ, അതല്ലെങ്കിൽ ബ്ലെൻഡറോ മിക്സി എന്തായാലും മതി. അത് നമുക്ക് അരച്ചെടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ തേൻ കേട്ടോ, 1 സ്പൂൺ തേൻ ഒഴിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കേട്ടോ, വേറെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഇത് നമ്മൾ കഴിച്ചാൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇനി ഞാൻ പറയുന്നത് ഈ ഗുണങ്ങളാണ്. പിന്നെ ഇനി ചിലർ ചോദിക്കും, ബദാം പരിപ്പിൻ്റെ ആ സ്കിൻ കളയണോ തൊലി കളയണോ എന്നൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് തൊലി കളയാതിരിക്കാം കേട്ടോ. ഈ തൊലി കളയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന എൻസൈംസും അതുപോലെ പോഷകങ്ങളൊക്കെ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ തൊലി തടസ്സമാവും. അതുകൊണ്ടാണ് നമ്മൾ ആ സ്കിൻ കളഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ദഹന സംബന്ധമായ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ അരച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ സ്കിൻ വേണ്ടെങ്കിൽ കളഞ്ഞോളൂ കേട്ടോ, അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, ഇത്രയും ഗുണങ്ങളുണ്ടോ ഇങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലെന്ന്. ആദ്യം തന്നെ നമുക്ക് ബദാം പരിപ്പിൻ്റെ ആൽമണ്ടിൻ്റെ വൈറ്റമിൻസ് ഏതൊക്കെയാണ് നോക്കാട്ടോ. ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. എടുത്തു പറയണത് വൈറ്റമിൻ ഇ അല്ലേ, എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ മുഖ സൗന്ദര്യത്തിനും അതുപോലെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും എല്ലാത്തിനും ആവശ്യമുള്ളതാണ് വൈറ്റമിൻ ഇ അല്ലേ. പിന്നെ ഓർമ്മശക്തി കൂട്ടുന്നതിനും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ്. പിന്നെ മാഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ഈ പ്രഷർ അതുപോലെ ഷുഗർ ഇതൊക്കെ ഉള്ളവർക്ക് മാഗ്നീഷ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നോ, വൈറ്റമിൻ ഇ കൂടാതെ ധാരാളം ഫൈബറുണ്ട്, ഹെൽത്തി ഫാറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊളസ്ട്രോള് അതുപോലെ പിന്നെ പ്രഷർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഹെൽത്തി ഫാറ്റും അതുപോലെ തന്നെ മറ്റു ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും ഏറ്റവും ഗുണകരമാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, P2 ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പിന്നെന്താ പറഞ്ഞാൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടും കേട്ടോ. പിന്നെ കൂടുതലായിട്ടുള്ളത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഗ്രീൻ ടീയിലും അതുപോലെ തന്നെ ബ്രോക്കോളിയിലൊക്കെ ഉള്ള ഫ്ലാവനോയിഡ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗുണങ്ങൾ കിട്ടുന്നത് കേട്ടോ. പിന്നെ തേനിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തേനിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി മൈക്രോബയലാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഇതിലും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ, നമ്മുടെ ഓർമ്മശക്തി കൂടും. കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവരിൽ വരുന്ന ഓർമ്മക്കുറവും എല്ലാം നമുക്ക് കുറയ്ക്കുന്നതിനും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഓർമ്മശക്തിയും കോൺസെൻട്രേഷൻ കിട്ടുന്നതിനും മൂഡ് കിട്ടുന്നതിനും എല്ലാത്തിനും ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഓർമ്മശക്തി കൂട്ടാൻ, അതാണ് ആദ്യം എനിക്ക് പറയാൻ. പിന്നെ ബ്രെയിൻ ഹെൽത്ത്, ചിലവർക്ക് പ്രായമാകുമ്പോൾ ഓർമ്മക്കുറവ് വരുമല്ലോ, കുട്ടികളിലും ഓർമ്മക്കുറവ് വരും. അപ്പോൾ ഈ ബ്രെയിനിൽ വരുന്ന വൈറ്റമിൻ ഇയും അതുപോലെയുള്ള ഇതിലടങ്ങിയിരിക്കുന്ന മറ്റു വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഈ നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഡാമേജ് ആവാതെ റിപ്പയർ ചെയ്യുന്നതിനും പുതിയ സെൽസ് വരുന്നതിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ബ്രെയിൻ ഹെൽത്തിന് എടുത്തു പറയാൻ
നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഓർമ്മശക്തി കൂട്ടുന്നതിനും പിന്നെ പ്രായമായുള്ള ഓർമ്മക്കുറവ് കുറയ്ക്കുന്നതിനും പിന്നെ പ്രായമായവർക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അവർക്ക് ചിലവൊന്നും തിരിച്ചറിയില്ല, ചില കാര്യങ്ങൾ അങ്ങനെ ഒക്കെ ഒരു ഇത് വരുമല്ലോ അവർക്ക്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത്. അത് നമ്മൾ വരുമ്പോഴല്ല കേട്ടോ കഴിക്കേണ്ടത്, വരുന്നതിന് മുന്നേ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ പ്രയോജനപ്രദമാകും. ഇപ്പോൾ നമ്മൾ ഒത്തിരി മൾട്ടി വൈറ്റമിൻസൊക്കെ നമ്മളിപ്പോൾ വാങ്ങി കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി വൈറ്റമിൻ നിങ്ങൾ ഗുളിക കഴിക്കുന്ന പോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ അതിൻ്റെ ഗുണമൊന്ന് വേറെ. ഇത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടും, പിന്നെ നമ്മുടെ കൺതടങ്ങളിലെ കറുപ്പ്, കണ്ണുകളുടെ സംരക്ഷണം കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ക്യാരറ്റ് കഴിക്കുന്നത് എന്തിനാ, കാഴ്ചശക്തി കൂട്ടാനല്ലേ. പക്ഷേ നമ്മൾ ബദാമും തേനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കണ്ണുകൾക്ക് സംരക്ഷണം കിട്ടുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന്, പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന എൻസൈംസ് ദഹന പ്രക്രിയ എൻസൈംസ് മാത്രമല്ല പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ദഹനം സുഗമമാക്കുന്നതിനും ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ വിശപ്പ് കുറയും കേട്ടോ. രാവിലെ ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം ഫൈബറും അതുപോലെ ഒക്കെ ഹെൽത്തി ഫാറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വിശപ്പ് കുറയുമ്പോൾ ഓൾറെഡി നമ്മുടെ വെയിറ്റ് കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഇ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് മാഗ്നീഷ്യവും നല്ലതാണ്. അതുപോലെ തന്നെ ഈ ബി.പിക്ക് മാഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ബി.പി ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണിത്. പിന്നെ ഇതിനകത്ത് ഉള്ള ആൻറ്റി മൈക്രോബയൽ ഇമ്മ്യൂണിറ്റി കൂട്ടും, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നതിന്, അതുപോലെ ആൻറ്റി ബാക്ടീരിയലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ അങ്ങനെയുള്ള ബാക്ടീരിയ സംബന്ധിച്ച ആയിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ മാറുന്നതിനും മുറിവുകളൊക്കെ പെട്ടെന്ന് കരിയുന്നതിനും എല്ലാത്തിനും കേട്ടോ ഒത്തിരി ഗുണങ്ങളുണ്ട്. അങ്ങനെ അപ്പോൾ നിങ്ങളിതൊന്ന് എല്ലാ ദിവസവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഏറ്റവും നല്ലതാണ്. പ്രായമുള്ളവർക്ക് മാത്രമല്ല, ഇത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുമല്ലേ, അപ്പോൾ രാവിലെ അവർക്ക് ഇത് കൊടുത്ത് അവർക്കും ഒരു ഹാപ്പിയാവും, നല്ല തേനൊക്കെ കിട്ടുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഗുണങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മഴയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണല്ലേ. കൊറോണയൊക്കെ വന്നു തുടങ്ങിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ എന്നെ വായിച്ചെന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.